ഇന്നൊരു ഗോതമ്പിൻ്റെ അടപ്പായസം ഉണ്ടാക്കി കാണിക്കാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അത് മുറിച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഇതിന് ഗോതമ്പ് അടപ്രഥമൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിഷുവിന് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല സ്വാദായിരിക്കും ഉണ്ടാക്കാൻ. ഗോതമ്പ് പായസം പോലെ തന്നെ നല്ല സ്വാദായിരിക്കും. ഇപ്പോൾ കാണിക്കാം ഇതെങ്ങനെ അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിന് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു മിക്സിയുടെ ബൗളിലോട്ട് നന്നായിട്ട് കലക്കണം. ഇത് അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം കുറച്ച് നല്ല നൈസായിട്ട്, ദോശ നല്ല നൈസായിട്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ചേർക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഒന്ന് അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നല്ല നൈസായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. എന്നിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഈ ദോശക്കല്ലിൽ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് നെയ്യ്. കുറച്ചൊന്ന് നന്നായിട്ട് പരത്താൻ വേണ്ടി കുറച്ച് വെള്ളം. അത് കലക്കിയ മാവ്. ഇത് കുറച്ച് നല്ലപോലെ ലൂസായിരിക്കണം. കുറച്ച് തിന്നായിട്ട് പരത്താൻ വേണ്ടി. ഇത് ഉപ്പ് ചേർക്കാതെ കലക്കിയ മാവ്. വെറുതെ വെള്ളം മാത്രം ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ. നെയ്യൊഴിച്ച് മൊരിച്ചെടുത്താൽ മതി ഓരോ ദോശയും. ദോശ കനം കുറച്ച് 2 സൈഡും മൊരിച്ചെടുക്കണം. സീസർ കൊണ്ട് ഇങ്ങനെ പീസസ് ആയിട്ട് മുറിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചാൽ മതി. ഈ അട തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വയ്ക്കാം. അരിയുടെ അട പോലെ അല്ല, അരിയുടെ അടയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തിന്നായിട്ട് എല്ലാ ദോശ ഉണ്ടാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. ഇത് വെറുതെ ഇതെങ്ങനെ മുറിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തത്. പോലെ എത്ര ചെറിയ പീസാക്കാം അത്രയും ചെറുതാക്കാം. ഇനി വരട്ടുമ്പോൾ നല്ല സോഫ്റ്റ് അടയായിട്ട് വരും. നേരത്തെ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശ ഇങ്ങനെ ചെറിയ പീസായിട്ട് വെച്ചിരിക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അടയാണ്. ഇത് ഗോതമ്പാണെന്നുള്ളതേ ഉള്ളൂ. ഗോതമ്പ് കുറച്ച് അരിപ്പൊടി ഉണ്ടാവും. നേരത്തെ കാണിച്ചിരുന്നല്ലോ. ഇനി ഇത് ശർക്കര ഉരുക്കിയിട്ട് ഇതൊരു 250 ഗ്രാമോളം ഉണ്ട് ഏകദേശം. ഇത് 400 ഗ്രാം അടുപ്പിച്ച ശർക്കര. 400 ഗ്രാമിലും കുറച്ച് കുറവാണ്. കുറച്ച് വെള്ളത്തിൽ ഒഴിക്കാം. ഇവിടെ ശർക്കര ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ വെള്ളത്തിൽ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഉരുകിയിട്ട് ഈ അട അങ്ങോട്ടിടും. ഇതൊരു 1.5 മുറി തേങ്ങയുടെ തനിപ്പാലും ഒരു 2.5 കപ്പോളം 2-ാം പാലും എടുത്ത് വെച്ചിരിക്കുന്നത്. 3-ാം പാൽ എടുക്കാറില്ല. 2-ാം പാൽ നേരെ ഒഴിക്കും. കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്.
ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചു. പിന്നെ വരട്ടാൻ നേരത്ത് കുറച്ച് നെയ്യ് ഒഴിക്കും. ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇത് ശർക്കര ഉരുകിയിട്ട് കാണിക്കാം. ഈ അട അങ്ങോട്ട് ഇടുമ്പോൾ ഇനി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇനി ഈ അട ഇതിലോട്ടിടാം. ഇത് ഗോതമ്പ് ദോശ കൊണ്ടുണ്ടാക്കിയ അടയാണ്. ഇത് വെന്ത് കഴിയുമ്പോഴും പായസം വെച്ച് കഴിയുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോതമ്പ് ആയതുകൊണ്ട്. ഇപ്പോൾ വരട്ടിക്കൊണ്ടിരിക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നേരത്തെ നെയ്യ് അടയുടെ മുകളിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയപ്പോൾ നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കിയ ദോശ ആയതുകൊണ്ട് അതിൽ നെയ്യുണ്ട്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുക നെയ്യ്. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കണം. ഇത് നന്നായിട്ട് വരണ്ട് നല്ല ഒരു പാകമാവണം. നല്ല കട്ടിയായിട്ട് ഇതിന് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കണം. വെച്ചിരിക്കണം. ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടെ ആവാനാണ്. ഏകദേശം രണ്ടാം പാൽ ഒഴിക്കാനുള്ള സമയം ആവുന്നുണ്ട്. നന്നായിട്ട് വരണ്ട് രണ്ട് ഇതായിട്ട് ഇങ്ങനെ വരണം. നടുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ കൂടി ചേരാത്ത പോലെ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടിരിക്കണം. അതായത് ഇതിൻ്റെ പാകം. ഒരു മിനിറ്റിൽ ഇതാവും. ഈ ശർക്കരയും അടയും കൂടെ വരട്ടുന്നതിലാണ് ഇതിൻ്റെ സ്വാധീനം. ഇപ്പം ഈ പാത്രം മാറ്റാൻ പോവുക. മതി, ഇപ്പോൾ പാലൊഴിക്കാറായി. ഇപ്പം ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം രണ്ട് സൈഡിൽ ഇത് നടുക്ക് കാണുമല്ലോ. പാത്രത്തിൻ്റെ നടുക്ക് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടിരിക്കുമ്പോൾ പാത്രത്തിൻ്റെ നടുക്ക് ഇങ്ങനെ കാണുന്നു. അതാ വരണ്ടതിൻ്റെ ഒരു പാകം പായസത്തിന് വരട്ടുമ്പോൾ. ഇനി രണ്ടാം പാൽ ഒഴിക്കാം. ഇത് പാത്രം ഇപ്പം മാറ്റാൻ പോവുക. എടുക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. ഈ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വയ്ക്കാം. പിന്നെ അധികം തിളയ്ക്കണ്ട. ഇതൊന്ന് ഇരുന്ന് കുറുകും. അതുകൊണ്ട് ആദ്യം ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു ഏകദേശം. അപ്പം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിച്ചിരിക്കുക. ഇതിനി ഇരുന്ന് കുറച്ച് കുറുകും. ഇത് ഗോതമ്പായതുകൊണ്ട് കുറച്ചുകൂടി ഇരുന്ന് കുറുകും. ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചു. ഒരു ടീസ്പൂൺ ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത്. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട്. അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത്. വരട്ടാൻ നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വരട്ടിയാൽ മതി. ദോശയിലും നെയ്യുണ്ട്. അണ്ടിപ്പരിപ്പ് നെയ്യ് ഒഴിച്ച് വറുത്തത്. പിന്നെ വരട്ടാനും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞു. ഇതാ ഗോതമ്പ് അടപ്രഥമൻ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല സോഫ്റ്റ് അടയായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അരി അടയെക്കാട്ടിലും കുറച്ചുകൂടെ റെഡിയായിട്ട് വാങ്ങിക്കുന്ന അരി അടയെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇലയിലൊഴിച്ച് ഉണ്ടാക്കുന്ന അട പോലെ ഇരിക്കും. ഗോതമ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഗോതമ്പ് പായസം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടമാവും.
ഗോതമ്പ് അടപ്രഥമൻ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം.